നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ മലയാള സിനിമ, പിന്നെ മസ്തിഷ്ക മരണം, പിന്നെ നമ്മുടെ പ്രകമ്പനം, പിന്നെ ആശകൾ 1000 എന്നീ സിനിമകളിലെ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് കേരള ബോക്സ് ഓഫീസ്, പിന്നെ നമ്മുടെ തായ്ക്കളവി എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെ വേൾഡ് വൈഡും. അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ട്രാക്കിംഗ് വീഡിയോസിനായിട്ട്. ആദ്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. ഓൾമോസ്റ്റ് സിനിമ കഴിഞ്ഞ ദിവസമാണ് റിലീസിന് വന്നു. ഓൾമോസ്റ്റ് 3 ദിവസത്തെ കളക്ഷൻ നോക്കാം നമുക്ക്. 3-ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ 52 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 1,21,00,000 ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ ഒരു ഷോർട്ട് ഫിലിമിനെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ എടുക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് സിനിമയ്ക്ക് ഷോർട്ട് ഫിലിമിലൂടെ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 10 മിനിറ്റ് ആണ്. സിനിമയിലോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് സിനിമ സാറ്റിസ്ഫൈഡ് തന്നെയാണ് പലർക്കും. ഒരു മിസ്റ്ററി ടൈം ലൂപ്പ് കോൺസെപ്റ്റ് ഒക്കെയാണ് വരുന്നത്. യങ്സ്റ്റേഴ്സിനൊക്കെ നല്ലപോലെ ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയും കൂടിയാണ് സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ മലയാള സിനിമ. എന്തായാലും തിയേറ്ററുകളിൽ സിനിമ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ഓവറോൾ കാണാൻ സാധിക്കുക യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. അടുത്ത സിനിമയാണ് മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ സിനിമ. വീണ്ടും ഒരു എക്സ്പെരിമെന്റൽ സിനിമ തന്നെയാണ്. 2 എക്സ്പെരിമെന്റൽ സിനിമ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇപ്പൊ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ എക്സ്പെരിമെന്റൽ സിനിമയാണ് മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ സിനിമ. ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു സൈബർ പങ്ക് ലെവലാണ്. നമ്മുടെ ഗഗനാചാരി പ്രൊഡക്ഷൻസ് തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും പടം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്കും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഗഗനാചാരി സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഈ സിനിമ വർക്കാവുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടം റിലീസിന് വന്നിട്ട് 10 ദിവസം കഴിയുകയാണ്. 10-ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് കേരളത്തിൽ 12 ലക്ഷമാണ്. ടോട്ടൽ 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ 2,43,00,000. ഇനി നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ സാഗർ അമീന് അഭിനയിച്ച സിനിമയാണ്. ഈവൻ ഗണപതി വരെ. എന്തായാലും പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 38 ദിവസം ആവുകയാണ്. 30 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് കേരളത്തിൽ 38-ാം ദിവസം 7 ലക്ഷമാണ് കളക്ഷൻ. 38 ദിവസം കൊണ്ട് ടോട്ടൽ സിനിമയ്ക്ക് 15,11,00,000 കാണാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ സിനിമ OTT റിലീസിന് പോകുന്നതാണ് ZEE5ലൂടെ. എന്തായാലും മാർച്ച് മാസം അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ പടം ഒഫീഷ്യലായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ബീറ്റ് നമ്മുടെ ആശകൾ 1000 എന്ന് പറഞ്ഞ ജയറാം അതുപോലെ തന്നെ കാളിദാസ് ജയറാം അഭിനയിച്ച സിനിമേൻ്റെ തന്നെയാണ്. പടം റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 31 ദിവസമായിരിക്കുകയാണ്. ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് 31-ാം ദിവസം കേരളത്തിൽ സിനിമയ്ക്ക് 4,25 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് 31 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമയ്ക്ക് 7,69,00,000. വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് ബിസിനസ്സിലൂടെ നല്ലൊരു കളക്ഷനിലോട്ട് എത്താൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഈവൻ ഈ OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, പിന്നെ സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ്, അങ്ങനെയൊക്കെ സിനിമയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ തിയേറ്ററിലെ സിനിമ ഒരു അപ്പർ ഫ്ലോപ്പായി മാറുകയാണ്. അടുത്ത സിനിമ തായ്ക്കളവി സിനിമേന്റെ വേൾഡ് വൈഡ് ആണ്. തായ്ക്കളവി സിനിമേന്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 10 ദിവസമായിരിക്കുകയാണ് സിനിമ റിലീസിന് വന്നിട്ട്. സിനിമയ്ക്ക് കേരളത്തിലൊക്കെ സ്ക്രീൻ കൊണ്ട് വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല. റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് കളക്ഷൻ ആയിട്ടാണ് കേരളത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഭാഗത്ത്. തമിഴ്നാട് കളക്ഷൻ 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 37,98,00,000. കർണാടക സിനിമയ്ക്ക് 3,20,00,000. ഇനി സിനിമേന്റെ തെലുങ്കിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമയ്ക്ക് 45 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 65 ലക്ഷം. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് ഇന്ത്യ എന്ന് 42,28,00,000. ഇനി ഓവർസീസ് ആണ് ഓൾമോസ്റ്റ് 9,35,00,000. വേൾഡ് വൈഡ് സിനിമ അങ്ങനെ 51,63,00,000 കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക്. ഇനി സിനിമേന്റെ തമിഴ്നാട് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 17,70,00,000 അപ്രോക്സിമേറ്റ് ആയിട്ട്. വേൾഡ് വൈഡ് ഷെയർ സിനിമയ്ക്ക് 22,72,00,000. ഇനി സിനിമേന്റെ ടോട്ടൽ റിക്കവറി പരിശോധിക്കുകയാണെങ്കിൽ 252% റിക്കവറി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നിലവിലെ കളക്ഷനും കൊണ്ട്. ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് രണ്ടാമത്തെ 50 കോടി സിനിമ നമ്മുടെ തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ഈ വർഷം. എന്തായാലും ഈ വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു തമിഴ് സിനിമയാണ് TT എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ നിതേഷ് സഹദേവിന്റെ ഒരു തമിഴ് സിനിമയാണ്. തലേവർ തമ്പി തലേമേൽ എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ നമ്മുടെ വിത്ത് ലവ് എന്ന് പറഞ്ഞ പ്രണയ സിനിമ. ഈ 2 സിനിമകളാണ് ഈ വർഷം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 3-ാമത്തെ സിനിമയിൽ വരികയാണ് തായ്ക്കളവി എന്ന് പറഞ്ഞ തമിഴ് സിനിമയും. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വരും ദിവസങ്ങൾ. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ കണ്ട സിനിമ ഏതാണെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.